രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം സ്നേഹം. എന്നെ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എല്ലാവർക്കും വളരെയധികം സന്തോഷം. പിന്നെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? സുമോദിന് സുഖമാണോ? സുമോദിന് ഞാൻ പ്രത്യേക സ്നേഹാന്വേഷണം അറിയിക്കുകയാണ്. എല്ലാവർക്കും താങ്ക് യു. നമുക്കിത് തുടങ്ങാം കലാപരിപാടികൾ. എല്ലാവരും വാ. എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണം. മഴയൊക്കെ എങ്ങനെയുണ്ട്? മഴയൊക്കെ കുറഞ്ഞോ? കണ്ടോ, ഇന്ന് എനിക്ക് 2-3 വലിയ കൊഴിയാള മീനൊക്കെ കിട്ടി. അതൊക്കെയാണ് ഇന്ന് കറി വയ്ക്കുന്നത്. ഇന്ന് ഞങ്ങൾ എണ്ണത്തിൽ കൂടുതലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ടിയുള്ള കലാപരിപാടികളാണ് ഇന്ന് നടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് വലിയ കലത്തിൽ കഞ്ഞി വയ്ക്കുകയും വലിയ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. എല്ലാവരും കാണണം, എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഞാൻ രാവിലെ തീയൊക്കെ കത്തിച്ച്, തീയെല്ലാം എൻ്റെ കൂടി എന്തോ പന്തം കൊളുത്തി പ്രകടനത്തിന് പോകാമെന്നാണ് പറയണേ. ഗോതമ്പ് ദോശയാണ് ഞാൻ ചുടാൻ പോണത്. അങ്ങനെ ഞാൻ ഗോതമ്പ്, ഒരു ചെറിയ കപ്പിൽ കുറച്ച് റവ, ഇതെല്ലാം കൂടിയാണ് ഇന്നത്തെ ദോശ ചുടൽ. അങ്ങനെ റവയെ ഞാൻ ഒരു 5 മിനിറ്റ് നേരം കുതിർക്കാൻ വെച്ചു. ഗോതമ്പിൽ ആവശ്യത്തിന് ഉപ്പൊഴിച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കുഴച്ച് വെച്ചു. അതിനുശേഷം ആ കുഴച്ച് വെച്ച മാവും റവയും ഒരു പിടി തേങ്ങയും എല്ലാം കൂടി നല്ലവണ്ണം മിക്സിയിലൊന്ന് അരച്ചെടുത്തു. അങ്ങനെ ഇന്ന് ഗോതമ്പ് ദോശയായിരുന്നു. സൂപ്പറാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ എൻ്റെ ഈ വലിയ അടാർ മീനിനെയൊക്കെ ഞാൻ അറുത്ത് കഴുകി റെഡിയാക്കി. ഇന്ന് അമ്മിയിലൊന്നും അരച്ചില്ല, എനിക്ക് വലിയ മടിയാണ്, എന്തോ ഇന്ന് അമ്മിയിൽ അരയ്ക്കാനൊന്നും വയ്യ. അതുകൊണ്ട് ഞാൻ ഇന്ന് മിക്സിയിലാണ് അരച്ചു. അങ്ങനെ ഞാൻ വലിയ കലത്തിൽ ചോറൊക്കെ റെഡിയാക്കി കമത്തി കഴിഞ്ഞു. അങ്ങനെ മീനൊക്കെ അടുപ്പി വെച്ച് കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഏകദേശം മീൻ കറി റെഡിയാവാറായി. അപ്പം ദോശയ്ക്കുള്ള കറി ഉണ്ടാക്കണം. അതിലേക്ക് വേണ്ടി നോക്കിയപ്പം കിഴങ്ങില്ല, കടല വെള്ളത്തിയിടാൻ മറന്നുപോയി. അങ്ങനെ ഞാൻ വിചാരിച്ചു വെറും തക്കാളിയും ഉള്ളിയും കൂടെ ഒന്ന് വഴക്കി ഒരു കറി അങ്ങ് വച്ച് കളയാം, അത് മതി എന്ന് കരുതി. പക്ഷേ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വളരെ എളുപ്പമാണല്ലോ. അങ്ങനെ ഞാൻ ദോശ ചുടാൻ തുടങ്ങി. എൻ്റെ ദോശയിൽ കുറച്ച് നെയ്യൊക്കെ തടവി കൊടുത്തു. പറയാതിരിക്കാൻ വയ്യ, സത്യം പറയണം, നല്ല ദോശയായിരുന്നു. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി എന്തിനാണ് തളരണത്? ആ സമയത്ത് നമുക്ക് ഈ റവയൊക്കെ ചേർത്ത് ഒരു ദോശ ചുട്ടു നല്ല കണ്ണാടി പോലെ നല്ല സോഫ്റ്റായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ചെറിയ രീതിയിലൊരു നെയ്യൊക്കെ അങ്ങോട്ട് തടവി, അങ്ങനെ ഉള്ളി തക്കാളിയൊക്കെ പുരട്ടിയതും എല്ലാം റെഡിയാക്കി തേയിലയൊക്കെ ഇട്ട് കട്ടൻ ചായയൊക്കെ ഇട്ട് വെച്ചു. അങ്ങനെ ഞങ്ങളിതാ കാപ്പി കുടിക്കാൻ പോവുകയാണ്. ഞങ്ങൾ 2 ആളും ഉണ്ട്. അവളെ ഞാൻ കാണിച്ചില്ല. ഞങ്ങൾ 2 ആളും തന്നെയാണ് കാപ്പി കുടിക്കുന്നത്. അവളവിടെ ഇരിപ്പുണ്ട്, അന്ന് ഞാൻ കാണിക്കാത്തത് തന്നെ. അങ്ങനെ ഇന്ന് തകർത്ത് കാപ്പി കുടിയാണ്. ഗോതമ്പ് ദോശ കുറേ മാസങ്ങളായി ഞാൻ ഗോതമ്പ് ദോശ കഴിച്ചിട്ട്. പക്ഷേ ഇന്ന് എനിക്കെന്തോ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി, നല്ല സൂപ്പറായിരുന്നു. അങ്ങനെ കട്ടൻ ചായയും അതൊക്കെ കഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് എൻ്റെ ഫ്രിഡ്ജൊക്കെ കുറച്ച് അലങ്കോലമായിരുന്നു, അതൊക്കെ ഒന്ന് തുടച്ച് വയ്ക്കാമെന്ന് കരുതി. അങ്ങനെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഫ്രിഡ്ജ് തുടയ്ക്കുന്ന കലാപരിപാടികളാണ്, നിങ്ങളെല്ലാം കാണണം. പക്ഷെ നല്ല സൂപ്പറായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അതിലുള്ള ചെറിയ കരിമ്പലെല്ലാം ഇളകിപ്പോയി. അതിലേക്ക് വേണ്ടി കുറച്ച് വിനാഗിരിയും വെള്ളവും കൂടി ഒഴിച്ചാണ് ഞാൻ അവിടെയൊക്കെ തുടച്ചെടുത്തത്. സത്യമാണ് പറയണത്, അതിൻ്റെ ചെറിയ കറുത്ത കുത്തുകളുണ്ട് അതിൻ്റെ 4 സൈഡിലുള്ള, അതെല്ലാം സൂപ്പറായിട്ട് ഇളകിപ്പോവും. വിനാഗിരിയൊക്കെ ഒഴിച്ച് തുടച്ച് കഴിഞ്ഞാൽ അങ്ങനെ തുടച്ച് ക്ലീൻ ചെയ്തു. അതൊക്കെയാണ് ഇന്നത്തെ വീട്ടുവിശേഷങ്ങൾ. എല്ലാവരും കാണണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു കലാവിരുതുണ്ട്, അതും കൂടെ നിങ്ങൾ കാണണം. കാണാതിരിക്കരുത്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കണ്ടാൽ മാത്രം പോരാ, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുകയും എന്നെ ലൈക്ക് ചെയ്യുകയും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. പിന്നെ ഞാൻ ഒരു വീഡിയോയിൽ എൻ്റെ കുറേ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആരും വിഷമമൊന്നും വിചാരിക്കേണ്ട. എനിക്ക് ഭയങ്കരമായ ദുഃഖങ്ങളുള്ള ഒരു ജീവിത സാഹചര്യം തന്നെയാണ്. എങ്കിലും എനിക്ക് ഒരുവിധ സങ്കടവും ഇപ്പോഴില്ല. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാനും എൻ്റെ മക്കളും വളരെ സന്തോഷത്തിലാണ്. എൻ്റെ മക്കൾ 2 പേരും നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് നല്ല നിലയിൽ തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ എൻ്റെ ജീവിതത്തിൽ മാത്രമേ താളപ്പിഴകൾ വന്നിട്ടുള്ളൂ. അതെൻ്റെ വിധിയെന്ന് കണക്കൊക്കെ ഞാൻ അങ്ങ് എഴുതി തള്ളി. അതെൻ്റെ അച്ഛൻ മരിച്ച ദിവസമായപ്പം ആരുമില്ല എന്നൊരു തോന്നലുണ്ടായി. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സൊന്ന് വേദനിച്ചു. അതുകൊണ്ടാണ് ഞാൻ അതിൽ അങ്ങനെയൊക്കെ പറഞ്ഞത്. അതിൽ നിങ്ങളാരും ഒന്നും വിചാരിക്കേണ്ട. എൻ്റെ ജീവിതം എന്താണെന്ന് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. ഞാനതെല്ലാം എഴുതി തള്ളി വേസ്റ്റ് കുട്ടയിലിട്ട് കഴിഞ്ഞു. അതിനെപ്പറ്റി ഞാൻ ഇനി ചിന്തിക്കുന്നതേ ഇല്ല. പക്ഷേ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇപ്പം ഞങ്ങളൊരു 6-7 മാസം കൊണ്ട് ഞങ്ങളൊരു വാടക വീട്ടിലാണല്ലോ താമസിക്കുന്നത്.
വാടക കൊടുക്കണമെന്നുള്ളതേ ഉള്ളൂ. അതെൻ്റെ ചേട്ടൻ്റെ മോളെ വീടാണ്. ചെറിയ രീതിയിലൊരു വാടക ഉള്ളതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ആരെ വായിരിക്കുന്ന ചീത്തവിളി കേൾക്കണ്ട. എൻ്റെ വീട്ടിൽ കയറി കിടന്നു കളയുന്നു, എൻ്റെ സാധനങ്ങൾ എടുത്ത് കളയുന്നു, എൻ്റെ വക എടുത്ത് കഴിച്ചു കളയുന്നു. നമ്മളിതൊന്നും ചെയ്യണതല്ല കേട്ടോ. ആർക്കും പട്ടിയെപ്പോലെയും തെരുവ് പട്ടിയെപ്പോലെ കാണുന്ന ഒരാളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് സ്വന്തമായി അധ്വാനിച്ച് വാടക കൊടുത്തായാലും ഒരു വീട്ടിൽ താമസിക്കുന്നതാണ് ഉത്തമമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നു. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും അതിലൊരു വിഷമമില്ല. എൻ്റെ മക്കൾക്കൊക്കെ നല്ല വീടുകളുണ്ട്. അവർ എന്നെ കരുതി മാത്രമാണ് ഇപ്പം വീട് വാടകയെടുത്ത് താമസിക്കുന്നത്. ഇനി എനിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കണം. അതെന്നായാലും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ കുറച്ച് കലാവിരുതുകൾ പുതിയ പുതിയ മോഡൽ തലകെട്ടിയൊക്കെ നോക്കുകയാണ്. അതൊക്കെ നിങ്ങളെല്ലാം കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതേപോലെയൊക്കെ കലാവിരുതുകൾ കാണിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞ വാക്കുകളൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. ഒരാളിൻ്റെ ജീവിതത്തിൽ പല പല സംഭവങ്ങളുണ്ടാവുമല്ലോ. നമ്മൾ അടിച്ച് കളയേണ്ട സമയത്തിൽ അടിച്ച് കളയേണ്ടതായിരുന്നു. പല പല സാഹചര്യങ്ങളിലും അടിച്ച് കളഞ്ഞതാണ് വീണ്ടും വീണ്ടും വന്ന് കുളവട്ട എന്ന് പറയില്ല, കുളവട്ട എന്ന് പറഞ്ഞ സാധനത്തിനെ പോലെ വന്നൊട്ടിക്കയറി അത് വീണ്ടും ഞങ്ങൾക്ക് തകർച്ചയിലോട്ടാണ് പോയത്. ഇനിയൊരു അബദ്ധം പറ്റൂല. എല്ലാവർക്കും താങ്ക് യു. ഞാൻ സന്തോഷവതിയാണ്. ഹാപ്പി.